ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിങ്കറി. നമ്മളെ നാട്ടിൽ പുളിങ്കറി എന്ന് പറയും, മോര് കറി. അതിന് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വെള്ളരിക്ക, ഒരു 3-4 കായ്, പിന്നെ അത് കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി വെച്ച് ചട്ടിനകത്ത് വെള്ളരിക്ക കഷ്ണവും കായ് കഷ്ണവും ഇട്ട് ഒരു സ്പൂണ് മഞ്ഞളും ഇട്ട് ഒരു സ്പൂണ് ഉപ്പ് പൊടിയും ഇട്ട് അതിന് കണക്കായിട്ട് വെള്ളവും വെച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതവിടെ ഓഫാക്കി ഒരു 5 പച്ചമുളക്, ഒരു അരമുറി തേങ്ങ, ഒരു അര സ്പൂണ് ജീരകം, അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മുതിയെ അരച്ച് കൊണ്ടുവരിക. അരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാകുമ്പം ആ വെന്ത കഷ്ണം ഉണ്ടാവുമല്ലോ, ആ വെന്ത കഷ്ണത്തിലേക്ക് അത് കഷ്ണം വെന്തോന്ന് ഒന്ന് ഇളക്കി ഉടച്ച് എല്ലാം വെച്ച് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആ അരച്ച് വെച്ച അരവ് ഒഴിക്കണം. അരവ് ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം തൈര് ഒരു അര പാക്കറ്റ് തൈര്, ഒരു പാക്കറ്റ് തൈരിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ടാവും. ആ ഒരു ഗ്ലാസ് തൈര് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരിക. നല്ലോണം അടിക്കൊന്നും വേണ്ട, ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരിക. ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഒഴിച്ച് വെച്ച കറീനെ അതിനകത്തേക്ക് ഒഴിക്കുക. അതിനകത്ത് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളമെല്ലാം ആദ്യമേ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. എന്നിട്ട് അത് ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഉപ്പിട്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് പച്ച കറിവേപ്പില ഇടുക. ഒരു കാര്യം പറയാൻ മറന്നു, തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ അകത്ത് 3-4 വെളുത്തുള്ളിയും കൂടി ഇടണം, എന്നാലാണ് ടേസ്റ്റ്. എന്നിട്ട് അത് തിളക്കാൻ പാടില്ല. ഈ മോരുകറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളം പോലെ ആയിരിക്കും. അധികം തിളക്കാണ്ട് ഇങ്ങനെ വരുന്നത് പോലെ ആകുമ്പോൾ തന്നെ അത് ഓഫാക്കുക. ഓഫാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, കറിവേപ്പില, പിന്നെ ചുവന്നമുളക് ഇടുക. പക്ഷെ നമ്മളിവിടെ ചുവന്നമുളക് അത്ര കുട്ടിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു കഷ്ണം കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. അതും കൂടി പൊട്ടിയിട്ടാകുമ്പോൾ കറിയിൽ വറുത്തിടുക. ഇതാണ് നമ്മളെ പുളിങ്കറി, നാടൻ പുളിങ്കറി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.